Page number 107, cold desert, Ladakh. Ladakh is a cold desert. It is known as Kapachan, which means snowland. It is located in the eastern parts of Jammu and Kashmir. Ladakh is made up of two words. La meaning mountains, mountain pass, and Dak means country. Till June 1979, Ladakh was a single district. In June 1979, it was divided into Leh and Kargil districts. The total area is about 110 square kilometer. The total population is about 3 lakh. So cold desert ആണ് ഇത് ലഡാക്ക് അല്ലേ? ലഡാക്ക് is a cold desert. It is known as Kapachan. അതിനെന്ത് പറയുന്നു? കാപ്പാച്ചാൻ എന്ന് പറയുന്നു. ലഡാക്കിന് മറ്റൊരു പേരാണിത് കാപ്പാച്ചാൻ, വിച്ച് മീൻസ് സ്നോ ലാൻഡ്. അത് കാപ്പാച്ചാൻ എന്ന് പറഞ്ഞാല് സ്നോ ലാൻഡ് എന്നാണ് അർത്ഥം. ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? Then Ladakh is located in the eastern parts of Jammu and Kashmir. ജമ്മു ആൻഡ് കാശ്മീരിന്റെ ഈസ്റ്റ് ഭാഗത്ത് ആണ് ഇത് നമ്മുടെ ലഡാക്ക്. ലഡാക്ക് എന്ന വാക്ക് വന്നത് രണ്ട് വേർഡ്സിൽ നിന്നാണ്, ലാ ആൻഡ് ഡാക്ക്. ലാ മീൻസ് മൗണ്ടെയിൻ പാസ്. ലാ എന്ന് പറഞ്ഞാൽ മൗണ്ടെയിൻ പാസ് എന്നും ഡാക്ക് എന്ന് പറഞ്ഞാൽ കൺട്രി എന്നാണ് അർത്ഥം. അങ്ങനെ ടിൽ ജൂൺ 1979, അതായത് 1979 വരെ ലഡാക്ക് എന്ന് പറയുന്ന ഒരു സിംഗിൾ ഡിസ്ട്രിക്റ്റ് ആയിരുന്നു, ഒരു ജില്ലയായിരുന്നു. ഇൻ ജൂൺ 1997, അതായത് ജൂൺ 1997 എന്തായി മാറി? ഇറ്റ് വാസ് ഡിവൈഡഡ് ഇൻ ലേ ആൻഡ് കാർഗിൽ ഡിസ്ട്രിക്ട്. അങ്ങനെ 1979 ജൂൺ വരെ അത് ഒറ്റ ഡിസ്ട്രിക്റ്റ് ആയിരുന്നു. അതിനുശേഷം 1979 ജൂണിൽ തന്നെ എന്ത് ചെയ്തു? അതിനെ ഡിവൈഡ് ചെയ്തു, രണ്ട് ഡിസ്ട്രിക്റ്റായി ഡിവൈഡ് ചെയ്തു. ഏതൊക്കെ? ലേ എന്നും കാർഗിൽ എന്നും. ദ ടോട്ടൽ ഏരിയ ഈസ് അബൌട്ട്, അതിന്റെ ടോട്ടൽ ഏരിയ, ലഡാക്കിന്റെ ടോട്ടൽ ഏരിയ 45,110 സ്ക്വയർ കിലോമീറ്റർ ആണ്. അവിടുത്തെ ജനങ്ങള്, അത് അവിടുത്തെ പോപ്പുലേഷൻ, ജനസംഖ്യ എന്ന് പറയുന്നത് 3 ലക്ഷമാണ്. ഒന്നുകൂടെ പറയാം. Ladakh is a cold desert. It is known as Kapachan. Then it means snowland. Ladakh is derived from two words, La and Dak. La means mountain pass and Dak means country. Then Ladakh is located in the eastern part of Jammu and Kashmir. Jammu and Kashmir ഈസ്റ്റ് ഭാഗത്താണ് ഇത് ലഡാക്ക് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ 1979 ലഡാക്ക് ഡിവൈഡഡ് ഇൻറ്റു 2 ഡിസ്ട്രിക്ട്, ലേ ആൻഡ് കാർഗിൽ. കാർഗിൽ എന്നും ലേ എന്നുള്ള 2 ഡിസ്ട്രിക്റ്റ് ആയി അതിനെ ലഡാക്കിനെ ഡിവൈഡ് ചെയ്തു. ടോട്ടൽ ഏരിയ ഓഫ് ലഡാക്ക് ഈസ് 45,110, 45,110 സ്ക്വയർ കിലോമീറ്റർ ആണ് അതിന്റെ വിസ്തൃതി എന്ന് പറയുന്നത്, ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത്. ദെൻ ടോട്ടൽ പോപ്പുലേഷൻ ഈസ് അബൌട്ട് 3 lakhs. 3 ലക്ഷം ആൾക്കാർ താമസിക്കുന്നുണ്ട്. മനസ്സിലായോ? Then the most striking feature in Ladakh are the high mountains and aridity. This cold desert lies towards the north of the Great Himalayan Range. Ladakh is surrounded by the Karakoram Range in the north and the Saskar Range in the south. River Indus flows through this region. The rivers cut deep valleys and gorges. Ladakh is also surrounded by glaciers such as Gangri Glacier. അപ്പോൾ നമ്മൾ പറഞ്ഞു ലഡാക്കിന്റെ കാര്യങ്ങൾ. ലഡാക്ക് എന്ന് പറഞ്ഞാൽ കോൾഡ് ഡെസേർട്ട് ആണ്. അത് ജമ്മു ആൻഡ് കാശ്മീരിന്റെ ഈസ്റ്റ് സൈഡിലാണ് ലഡാക്ക് ഉള്ളത്. ലഡാക്ക് 2 വാക്കിൽ നിന്നാണ് ഉണ്ടായത്, ലാ എന്നും ഡാക്ക് എന്നും. ലാ എന്ന് പറഞ്ഞാൽ മൗണ്ടെയിൻ പാസ് എന്നും ഡാക്ക് എന്ന് പറഞ്ഞാൽ കൺട്രി എന്നാണ് അർത്ഥം. ലഡാക്കിന്റെ മൊത്തം ഏരിയ എന്ന് പറയുന്നത് 45,110 ആണ്. 1979 ലഡാക്കിനെ 2 ഡിസ്ട്രിക്റ്റായി ഡിവൈഡ് ചെയ്തു, ലേ എന്നും കാർഗിൽ എന്നും. അവിടുത്തെ ടോട്ടൽ പോപ്പുലേഷൻ 3 ലക്ഷമാണ്. ഇത്രയല്ലേ പറഞ്ഞത്? യെസ്. ദെൻ ലഡാക്ക് ആർ ഹൈ മൗണ്ടെയിൻസ് ആൻഡ് aridity. The cold desert lies towards the north of the Great Himalayan Range. അതായത് എവിടെയാണ് കോൾഡ് ഡെസേർട്ട്? ഈ കോൾഡ് ഡെസേർട്ട് സ്ഥിതി ചെയ്യുന്നത് നോർത്ത് ഓഫ് ദ ഗ്രേറ്റ് ഹിമാലയൻ റേഞ്ചിലാണ്.
Ladakh is surrounded by Karakoram range in the north and Saskar range in the south. ഇപ്പൊ ലഡാക്ക് എന്താണ് ചുറ്റപ്പെട്ടിരിക്കുന്നു? നോർത്തില് കാരക്കോരം റേഞ്ചും സൗത്തില് സസ്കർ റേഞ്ചും. Ladakh is surrounded by two ranges, Karakoram range in the south, north, and Saskar range in the south. Then rivers cut deep valleys and gorges. Ladakh is also surrounded by glaciers, such as Gangri Glacier. അതിന് ചുറ്റും എന്തുണ്ട്? പിന്നെ ഗ്ലേഷ്യർ ഉണ്ട്. അതിനൊരു എക്സാമ്പിൾ ആണ് ഏത്? ഗാംഗ്രി ഗ്ലേഷ്യർ. അപ്പൊ ലഡാക്ക് ഈസ് എ കോൾഡ് ഡെസേർട്ട് ലൈസ് നോർത്ത് ഓഫ് ദ Great Himalayas. It is surrounded by two ranges, Karakoram ranges in the north and Saskar range in the south. Ladakh is also surrounded by glaciers. Gangri Glacier is example of such glacier. Then altitude of Ladakh varies from about 3,000 meter in Kargil to about 8,000 meter in the Karakoram range. Ladakh has very few peaks. എന്താ പറഞ്ഞേ? ആൾട്ടിറ്റ്യൂഡ് ഓഫ് ലഡാക്ക്, ലഡാക്കിന്റെ ഉന്നതി എന്ന് പറയുന്നത് 3000 മുതൽ 8000 മീറ്റർ വരെയാണ്. അതായത് കാർഗിലിൽ നിന്ന് 3000 മീറ്ററും അത് എങ്ങോട്ടേക്ക്? കാരക്കോരം റേഞ്ചിൽ നിന്ന് 8000 മീറ്ററും ഉന്നതി അല്ലെങ്കിൽ ആൾട്ടിറ്റ്യൂഡ് ഉണ്ട്. ഏതിന്? നമ്മുടെ ലഡാക്കിന്. ലഡാക്ക് ഈസ് a cold desert and altitude of Ladakh varying from Kargil to Karakoram. അതായത് 3000 meter in Kargil to Karakoram in 8000 meter. Ladakh has very few peaks. കുറച്ച് കൊടുമുടികൾ മാത്രമേ എവിടെയുള്ളൂ? ലഡാക്കിൽ ഉള്ളൂ. ക്ലൈമറ്റിക് കണ്ടീഷൻസ്. അടുത്തത് ലഡാക്കിലെ ക്ലൈമറ്റിക് കണ്ടീഷൻസ്. എങ്ങനെയായിരിക്കും ലഡാക്കിലെ ക്ലൈമറ്റിക് കണ്ടീഷൻ? തണുപ്പാണോ ചൂടാണോ? തണുപ്പ്. യെസ്, തണുപ്പാണ്. നമുക്കറിയാം മിലിറ്ററിക്കാരൊക്കെ ലഡാക്കിലുള്ള ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ടില്ലേ? എന്താ അവർക്ക് അവിടെ ബാഗ് പോലെ ഉണ്ട്. അതായത് ഇത്രയും തണുപ്പാണ്, സഹിക്കാൻ പറ്റില്ല. ഒരു ബാഗിനുള്ളിലാണ് കിടന്നുറങ്ങുക ചൂട് കിട്ടാൻ വേണ്ടി. ഒരു സിബിളിൽ ഒരു ബാഗ് ഉണ്ട്, അതിനകത്ത് കിടന്നിട്ട് അവരിങ്ങനെ മൂടുക. തല മാത്രം പുറത്തുണ്ടാവും. വലിയൊരു ബാഗ് നീളമുള്ള, അതിലേക്ക് കയറി കിടക്കും. സിബ് വലിച്ച് കഴുത്തിന്റെ ഇവിടം വരെ ഇടും, മുഖം മാത്രം കാണും. അത്രമാത്രം തണുപ്പാണ് ഇവിടെ. മഞ്ഞാണ് ഇവിടെ ലഡാക്കില്. Due to high altitude, the climate is cold and dry. There is a little or no atmospheric moisture. The air is thin and thus the heat of the sun is intense. The day temperature during the summer season is just above 0 degrees Celsius, while the night temperature is about -25 degrees Celsius. Winters are extremely cold and the temperature is about -40. എന്താ പറഞ്ഞേ? അവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ വളരെ ലോ ആണല്ലേ. നോക്ക്, ഡ്യൂ ടു ഹൈ ആൾട്ടിറ്റ്യൂഡ് ദ ക്ലൈമറ്റ് ഈസ് കോൾഡ് ആൻഡ് ഡ്രൈ. ആൾട്ടിറ്റ്യൂഡ് കാരണം അതിന്റെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ വളരെ, അല്ലെങ്കിൽ ക്ലൈമറ്റ് എന്ന് വളരെ തണുപ്പാണ്. ദർ ഈസ് ലിറ്റിൽ ഓർ നോ അറ്റ്മോസ്ഫിയറിക് മോയ്സ്ചർ. അവിടെ എന്തില്ല? മോയ്സ്ചർ കുറവാണ്. എന്താ മോനെ ശ്രീദേവേ? The air is thin and thus the heat of the sun is intense. The day temperature during the summer season is just above 0 degree. അതായത് സമ്മർ സീസണിൽ അവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞതാ above 0 degree. 0 ഡിഗ്രിയിൽ കുറച്ച് കൂടും. While the night temperature, അതായത് രാത്രി കാലങ്ങളിലെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ -25 ഡിഗ്രിയാണ്. അതായത് 25 ആണല്ലേ, -25 ഡിഗ്രി. Winters are extremely cold and the temperature is about -40. വിന്റർ സീസണിൽ അവിടെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ -40 ആണ്. മാത്രം സഹിക്കാൻ പറ്റാത്ത തണുപ്പാണ് ഇവിടെ. എവിടെ? മൈനസ് എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റുമോ? ഇല്ല, അത്രമാത്രം തണുപ്പാണ് ഇവിടെ ലഡാക്കിൽ. യെസ്. The Great Himalayan Range acts as a barrier and does not permit the moisture-laden clouds to enter the region. Thus, rainfall is as low as 10 cm every year. The summer season is almost dry and supply of water is mostly through the melting of snow on the higher altitudes. എന്താ പറഞ്ഞത്? അതായത് ഹിമാലയൻ റേഞ്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഹിമാലയൻ റേഞ്ച് ഒരു ബാരിയർ ആയി പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ ഒരു മതിലായി, അല്ലെങ്കിൽ ഒരു
തടസ്സമായിട്ട് പ്രവർത്തിക്കുകയാണ്, അവിടെ ഭിത്തിയായിട്ട് പ്രവർത്തിക്കുകയാണ്. എന്തിനെ? അവിടെ നിന്ന് വരുന്ന കാറ്റിനെയൊക്കെ തടയാൻ വേണ്ടി അല്ലേ. ദ ഗ്രേറ്റ് ഹിമാലയൻ റേഞ്ച് ആക്ട് ആസ് എ ബാരിയർ ആൻഡ് ഡസ് നോട്ട് പെർമിറ്റ് ദ മോയിസ്റ്റർ ലാഡൻ ക്ലൗഡ്സ് ടു എൻറ്റർ ദ റീജിയൻ. അതായത് ഈ റീജിയനിലേക്ക് ക്ലൗഡ്സ് അല്ലെങ്കിൽ മോയിസ്റ്റർ വരുന്നതിനെ, അല്ലെങ്കിൽ മോയിസ്റ്റർ വരുന്നത് തടഞ്ഞു നിർത്തുന്നത് ഹിമാലയൻ റേഞ്ച് ആണ്. ദസ് റെയിൻഫോൾ ഈസ് ആസ് ലോ ആസ് 10 സെന്റിമീറ്റർ എവരി ഇയർ. അവിടുത്തെ മഴ എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ മഴയാണ്. എത്രയുള്ളൂ? ബിലോ അല്ലെങ്കിൽ 10 സെന്റിമീറ്റർ താഴെ മാത്രമേ അവിടെ മഴ ലഭിക്കാറുള്ളൂ. അപ്പൊ ലഡാക്ക് എന്ന് പറയുന്നത് വളരെ കോൾഡ് ഏരിയ ആണല്ലേ. അപ്പൊ അവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് സമ്മർ സീസണിൽ മാത്രം 0 ഡിഗ്രിയിൽ കൂടും, നൈറ്റില് -25 ആണ്, അതുപോലെ വിന്ററിൽ -40 ആണ്. മറന്നു പോകരുതേ. ഫോണ ആൻഡ് ഫ്ലോറ, അവിടുത്തെ മൃഗങ്ങളും ചെടികളും. It is difficult to grow plants due to less rainfall and cold climate. However, one can find patches of grass and shrubs in the river valleys. Poplars and willows grow. During the summer season, a variety of fruits such as apples, walnuts, apricots, etc. are grown. അപ്പോൾ അവിടുത്തെ ചെടികൾ, അവിടെ പ്ലാന്റ്സ് വളരുക എന്നുള്ളത് ഇറ്റ് ഈസ് ടു ഡിഫിക്കൽട്ട്. വൈ? ലെസ് റെയിൻഫോൾ, ഡ്യൂ ടു ലെസ് റെയിൻഫോൾ ആൻഡ് കോൾഡ് ക്ലൈമറ്റ്. അവിടെ കോൾഡ് ക്ലൈമറ്റ് ആണ് അല്ലെ, തണുത്ത കാലാവസ്ഥയാണ്, തണുത്ത അന്തരീക്ഷമാണ്. മാത്രമല്ല അവിടെ എന്തില്ല? ലെസ് റെയിൻഫോൾ, മഴ കുറവാണ്. നമ്മൾ പറഞ്ഞു ബിലോ 10 സെന്റിമീറ്റർ ആണ് മഴ എവരി ഇയർ. ഒരു വർഷത്തിലും 10 സെന്റിമീറ്റർ താഴെ മാത്രമേ അവിടെ മഴ ലഭിക്കുന്നുള്ളൂ. അതുകൊണ്ടും പിന്നെ ക്ലൈമറ്റ് തണുത്തതായതുകൊണ്ടും ചെടികളൊക്കെ വളരാൻ അവിടെ ബുദ്ധിമുട്ടാണ്. പിന്നെ one can find patches of grass and shrubs. ചെറിയ ഗ്രാസ്, പുല്ലുകളും shrubs ഒക്കെ അവിടെ കാണാൻ അത്യാവശ്യം പറ്റും. ഗ്രാസ് ആൻഡ് shrubs are grow there. Then in the river valleys, നദീതീരങ്ങളില് poplars and willows grow. അപ്പൊ അവിടെ പൊതുവെ എന്താണ്? ചെടികൾ, വെറൈറ്റീസ് ഓഫ് ചെടികളൊന്നും ഇവിടെ കാണാറില്ല, വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ് ഒന്നും കാണാനില്ല. കാരണം ക്ലൈമറ്റ് ഈസ് ടു കോൾഡ്. Then rainfall is very less. These are the two reasons. Plants are very low there because due to the cold climate and less rainfall. മഴ കുറവും തണുപ്പും ആയതുകൊണ്ടാണ് ചെടികളൊക്കെ വളരാൻ. പിന്നെ റിവർ വാലീസിൽ, നദീതീരങ്ങളിൽ റിവർ വാലീസിലൊക്കെ നമുക്ക് കാണാൻ പറ്റിയത് പോപ്ലേഴ്സ് ആൻഡ് വില്ലോസ് ആർ ഗ്രോ there. പിന്നെ സമ്മർ സീസൺ ആയി കഴിഞ്ഞാല് വെറൈറ്റി ഓഫ് ഫ്രൂട്ട്സ്, പലതരത്തിലുള്ള ഫ്രൂട്ട്സ് അവിടെ കാണാം. ഏതൊക്കെ? ആപ്പിൾസ്, വാൾനട്ട്സ്, ആപ്രിക്കോട്ട്സ്, ഇതൊക്കെ അവിടെ ഉണ്ട്. നെക്സ്റ്റ് അവിടുത്തെ ആനിമൽസ്, ഫോണ. The important animals found here are yak, wild goats, wild sheep and variety of dogs. Goats and sheep provide milk, meat and hides. Main bird species found here are robins, redstarts, snowcocks, ravens, etc. Some of them are migratory birds. എന്താ പറഞ്ഞേ? അവിടുത്തെ ഫോണ, നമ്മൾ ഫ്ലോറ പറഞ്ഞു എന്താണ്? Willows and poplars are grown in summer season. Then grass and shrubs are we can see every time. Then faunas or animals such as yak, wild goats, sheep, variety of goats, etc. are found there. ഇതിനെയൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പൊ അവിടുത്തെ ആനിമൽസ് എന്ന് പറയുന്നത് യാക്കും വൈൽഡ് ഗോട്ടും ഷീപ്പും ആണ്. പിന്നെ പലതരത്തിലുള്ള പട്ടികളും. ഇനി ആടിൽ നിന്ന് അവർക്ക് എന്ത് കിട്ടും? ഗോട്ട് ആൻഡ് ഷീപ്പ് ഗീവ്സ് മിൽക്ക്, മീറ്റ് ആൻഡ് ഹൈഡ്സ്. പാലും പിന്നെ എന്താ പറയാ രോമങ്ങളും പിന്നെ പാല്, തൊലി, അതുപോലെ അതിന്റെ ഇറച്ചി, ഇതൊക്കെ ഈ മൃഗങ്ങളിൽ ആടിനെയും ഒക്കെ വളർത്തിയാൽ കിട്ടും. പിന്നെ അവിടെ കാണുന്ന മെയിൻ സ്പീഷീസ് ഓഫ് ബേർഡ്സ്, പക്ഷികൾ ഏതൊക്കെയാ? റോബിൻസ്, റെഡ്സ്റ്റാർട്സ്, സ്നോകോക്സ്, റാവൻസ്. ദീസ് ആർ ദ ബേർഡ്സ് ഫൗണ്ട് ഹിയർ. ഇതൊക്കെ എന്താണ്? ഇതിൽ പകുതിയിൽ കൂടുതൽ പക്ഷികളും മൈഗ്രേറ്ററി ബേർഡ്സ് ആണ്. അതായത് മൈഗ്രേറ്ററി മീൻസ് ദേശാടന അല്ലെ. മൈഗ്രേറ്ററി ബേർഡ്സ് ആണ് ഏത്? കൂടുതൽ പക്ഷികളും.
ഇപ്പൊ പക്ഷികൾ ഏതൊക്കെയാ? റെഡ് സ്റ്റാർസ്, സ്നോകോക്സ്, റാവൻസ്, റോബിൻസ്. അത്രയൊന്ന് വായിച്ചു നോക്കിയാ മക്കളെ. വായിച്ചു നോക്ക് പെട്ടെന്ന്. പെട്ടെന്ന് വായിച്ചു നോക്ക്.
വായിച്ചോ? വായിച്ചോ? അടുത്തത് മക്കളെ, അടുത്തത് ഭയങ്കര സൗണ്ടാണ്. മരം മുറിക്കുന്നു, JCB പണിയെടുക്കുന്നു. അടുത്തത് പീപ്പിൾ ആൻഡ് ദർ ഇക്കണോമിക് ആക്ടിവിറ്റീസ്. Crops are cultivated during the summer season. It is sown in May and harvested in September to avoid frost. Wheat is the main crop up to an altitude of 3000 meters above the mean sea level. Barley is also widely grown and is an important crop. Crops are cultivated during the summer season. അവിടെ summer seasonലാണ് എന്ത് ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യാം. അതായത് മെയ് മാസങ്ങളിൽ വിത്ത് വിതയ്ക്കും. സോൺ മീൻസ് വിതയ്ക്കുക. ഇറ്റ് ഈസ് സോൺ ഇൻ മെയ് ആൻഡ് ഹാർവെസ്റ്റഡ് ഇൻ സെപ്റ്റംബർ. മെയ് മാസത്തിൽ വിത്ത് വിതച്ചിട്ട് സെപ്റ്റംബർ മാസത്തിലാണ് അത് കൊയ്തെടുക്കുക. ഇപ്പൊ മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, 4ാമത്തെ മാസം അത് കൊയ്തെടുക്കും. മെയ് മാസത്തിൽ വിത്ത് വിതയ്ക്കുന്നു, സെപ്റ്റംബർ മാസത്തിൽ വിത്ത് കൊയ്യുന്നു. വീറ്റ് ഈസ് ദ മെയിൻ ക്രോപ്പ്. അവിടുത്തെ മെയിൻ കൃഷി എന്ന് പറയുന്നത് എന്താണ്? ലഡാക്കിലെ മെയിൻ കൃഷി എന്ന് പറയുന്നത് ഗോതമ്പാണ്. ദെൻ up to an altitude of 3000 meter above mean sea level. അതായത് കടലിൽ നിന്ന് 3000 മീറ്റർ ഉയരത്തിലാണ് ഇത് ഉന്നതി. ബാർലി ഈസ് ഓൾസോ വൈഡ്ലി ഗ്രോൺ ആൻഡ് ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് ക്രോപ്പ്. അവിടെ എന്തും കൂടെ കൃഷി ചെയ്യുന്നുണ്ട്? ബാർലിയും കൃഷി ചെയ്യുന്നുണ്ട്. അപ്പം മെയിനായ ക്രോപ്പ് എന്ന് പറയുന്നത് വീറ്റ് ആണ്. അവിടെ കൾട്ടിവേഷൻ നടക്കുന്നത് സമ്മർ സീസണിലാണ്. മെയ് മാസങ്ങളിൽ വിത്ത് വിതച്ചിട്ട് സെപ്റ്റംബർ മാസങ്ങളിലാണ് വിത്ത് കൊയ്തെടുക്കുക, വിളവ് എടുക്കുക. Grain farming is supplemented by horticulture and livestock rearing. The important fruits grown are apples, strawberries, melons, apricots, mulberries, etc. The vegetables grown are peas, potatoes, beans, and turnips. The Defense Research and Development Organization has developed a new technology to help people produce more fruits and vegetables. Grain farming is supplemented by horticulture and livestock rearing. പിന്നെ അവിടുത്തെ മെയിനായ ഇമ്പോർട്ടന്റ് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് ആപ്പിൾസ്, സ്ട്രോബെറി, വാട്ടർമെലൺസ്, ആപ്രിക്കോട്ട്സ്, മൾബറീസ് എക്സെട്ര. പിന്നെ നമ്മൾ പറഞ്ഞു വെജിറ്റബിൾസ് ആർ പീസ്, പൊട്ടറ്റോ, ബീൻസ്, ടർണിപ്സ്. DRDO means Defense Research and Development Organization. അത് എന്ത് ചെയ്യുന്നു? ഡെവലപ്പ് എ ന്യൂ ടെക്നോളജി. DRDO ഒരു ന്യൂ ടെക്നോളജി ഡെവലപ്പ് ചെയ്തു. എന്തിനു സഹായിക്കുന്നു? ടു ഹെൽപ്പ് പീപ്പിൾ പ്രൊഡ്യൂസ് മോർ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. അപ്പൊ DRDO എന്ന് പറയുന്നത് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ. ഈ DRDO പിന്നെ ഒരു ന്യൂ ടെക്നോളജി ഡെവലപ്പ് ചെയ്തു. ആ ടെക്നോളജി എന്തിനു സഹായിക്കുന്നു? കൂടുതൽ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വെജിറ്റബിൾ പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നു. Along every water course, natural and human made, there is a strip of land under crops. These are the oases in Ladakh. Most of the work on the farms is done by women. They also manage small business and shops. അപ്പം ഈ ഫാമിങ്ങും കാര്യങ്ങളൊക്കെ, അതായത് പശുവിനെ വളർത്തലും കൃഷിപ്പണിയൊക്കെ കൂടുതലായി ചെയ്യുന്നത് സ്ത്രീകളാണ്. ഇവിടെ ലഡാക്കിലുള്ള സ്ത്രീകൾക്കാണ് ഈ ഫാമിലത്തെ പണികൾ, അതായത് ബിസിനസ് ചെയ്യുന്നുണ്ടവരെ, ഷോപ്സ് ചെയ്യുന്നു. അതൊക്കെ കൂടാതെ അവരെന്തും കൂടെ ചെയ്യും? ഈ പശുവിനെ വളർത്തുന്ന കാര്യങ്ങളിലൊക്കെ അവര് നല്ല ആക്റ്റീവ് ആണ്. Then expensive pastures along the mountain slopes are used for livestock rearing. Yak, sheep, goats are reared. Yak is the best beast of burden. It provides milk and its hair is used to make tents. Pashmina from goats in the main
source of income. The hair of sheep and goats are used to make woolen cloth. അപ്പൊ പശുവിനെ വളർത്തലാണ് മെയിൻ ആയ കൃഷി അല്ലെ. യാക്കിനെയും ഷീപ്പിനെയും ഗോട്ടിനെയും ഒക്കെ വളർത്തും. യാക്ക് എന്ന് പറയുന്നത് യാക്ക് എന്ത് ചെയ്തു? യാക്ക് പ്രൊവൈഡ് മിൽക്ക് ആൻഡ് ഹെയർ യൂസ്ഡ് ടു മേക്ക് ടെൻസ്. ടെൻസിന് ആവശ്യമായ അതിന്റെ ഹെയർ ഉപയോഗിച്ച് ടെൻസ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ അതിന്റെ പാലും യൂസ്ഫുൾ ആണ്. പിന്നെ പശ്മിന ഫ്രം ഗോഡ്സ് ഈസ് ദ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം. പശ്മിന എന്ന് പറയുന്നത് പശ്മിനയും അവർക്ക് എന്താണ്? ഒരു വലിയ ഇൻകം ആണ്, വരുമാനാണ്. പിന്നെ ഈ ഹെയർ ഓഫ് ഗോഡ്സ് അല്ലെങ്കിൽ ഷീപ്പ്, ചെമ്മരിയാടിന്റെ ഒക്കെ രോമം ഇല്ലേ, അതെന്തിനു യൂസ് ചെയ്യും? ചെമ്മരിയാടിന്റെ രോമം വൂളൻ ക്ലോത്ത് ഉണ്ടാക്കാൻ വേണ്ടി അല്ലെ. ചൂട് ഡ്രസ് ഉണ്ടാക്കാൻ വേണ്ടി, ചൂട് കുപ്പായങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി, വൂളൻ ക്ലോത്ത് ഉണ്ടാക്കാൻ വേണ്ടി ഇത് യൂസ് ചെയ്യും. ഇതൊന്ന് വായിച്ചു നോക്കിയാട്ടെ. നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? ഭയങ്കര സൗണ്ട് മക്കളെ. ഇതിന്റെ ബാക്കിയുള്ള പാരഗ്രാഫ് വായിക്കുക, എന്നിട്ട് അടുത്ത പീരീഡാമത്തിന് എനിക്ക് പറഞ്ഞു തരണം. മനസ്സിലായല്ലോ? കുറച്ചുണ്ട്, നിങ്ങൾ വായിച്ചിട്ട് എനിക്ക് പറഞ്ഞുതരാം. ഇപ്പൊ തന്നെ ഇരുന്ന് വായിക്കാം. 5 മിനിറ്റും കൂടെ നിങ്ങൾക്ക് ഉണ്ട്. ഇരുന്ന് വായിച്ചിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് റെഡി ആവുക. ഇതെന്താന്ന് പറയാൻ വേണ്ടി റെഡി ആവുക. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ, ബൈ ബൈ, സി യു, ബൈ ബൈ.